Hi friends, welcome back to Mazin Medias. അപ്പോൾ ഇത് ഞാൻ റയോണിൻ്റെ പ്ലെയിൻ തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തൊരു ചുരിദാറാണ് കേട്ടോ. ഇതിൽ ബീഡ്സ് വർക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ആദ്യം ഞാനിതാ ഈ ഒരു 8 മുത്ത് ഇതിൽ തുന്നി പിടിപ്പിക്കാം കേട്ടോ. ഇതിൽ 6 ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തും 2 ഓരോന്നായിട്ട് ഇതിൻ്റെ സ്ലീവിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇത് ആദ്യം നമുക്ക് ഇത് എവിടേക്കാണോ വെക്കേണ്ടത് ആ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു സൂചി നൂല് ഉപയോഗിച്ച് ഇത് ഇവിടെ തുന്നി പിടിപ്പിച്ചാൽ മതി. ഞാനിത് വെക്കേണ്ട ഭാഗത്ത് അതാ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതാ ഈ റെഡ് നൂല് വെച്ച് തന്നെ കേട്ടോ ഞാനിത് തുന്നി കൊടുക്കുന്നത്. ഒരു റെഡ് ആണല്ലോ ഇതിൻ്റെ കളറ് ഈ ബീഡ്സിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ റെഡ് നൂല് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഓൾസ് ഉണ്ട്, ആ ഓൾസ് കൂടി സൂചി ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിമ്മ തുന്നിക കൊടുത്താൽ മതി. നമ്മൾ സാധാരണ ഡ്രസ്സിൽ ബീഡ്സൊക്കെ തുന്നി കൊടുക്കണം അതേ രീതി തന്നെ കേട്ടോ ഇതും ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടുകൊണ്ട് ഈ അടിക്ക് ഇങ്ങനെ നൂല് വലിച്ചെടുത്ത് ഇത് മൊത്തം ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ആ ഒരു മുത്ത് ഞാൻ തുന്നി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ബാലൻസ് നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ആ മാർക്ക് ചെയ്ത എല്ലാ ഭാഗത്തുള്ള ബീഡ്സും ഇതുപോലെ തന്നെ തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഈ പഞ്ച് മെഷീൻ വെച്ച് ഞാൻ കുറച്ച് പേൾ ടൈപ്പിലുള്ള ബീഡ്സ് കൂടി വെച്ച് കൊടുക്കേണ്ട. ചെറിയ ടൈപ്പിലുള്ള ബീഡ്സാണ് ഞാനിതിൽ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ അതിൻ്റെ വിടുത്ത് ഇങ്ങനെ കൂട്ടി ഉള്ള രീതിയിലാണ് അത് ചെയ്തെടുക്കുന്നത്. ഈ മെഷീൻ വെച്ച് നമുക്ക് ബീഡ്സ് അറ്റാച്ച് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ ഈ ബീഡ്സ് ഈ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുക, അതിൻ്റെ ആ പിന്നുണ്ടല്ലോ അത് ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് ഇതിൻ്റെ ഈ ഇത് ഹാൻഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ബീഡ്സ് അവിടെ ലോക്കായി കിട്ടും. അതുകൊണ്ടില്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് കറണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ ബീഡ്സ് ഇട്ട് കൊടുക്കുക, അതിൻ്റെ പിന്നും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് ക്ലോത്തിലാണോ ചെയ്യേണ്ടത് അവിടെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ മതി. ഈ മെഷീൻ വെച്ച് നമുക്ക് പല വലുപ്പത്തിലുള്ള ബീഡ്സും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള അതൊന്നും ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ഏത് വലുപ്പത്തിലുള്ള ബീഡ്സാണോ ചെയ്തെടുക്കുന്നത് അതിനനുസരിച്ച് ആ മുകളിലുള്ളതിൻ്റെ വലുപ്പം കൂട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ബീഡ്സ് ഇടുന്ന ഭാഗം മാറ്റി കൊടുക്കണതും അത് എങ്ങനെയാണ് ചെയ്യണത് എന്നൊക്കെയുള്ള കറക്റ്റ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ആ ചുരിദാറിൻ്റെ നെക്ക് ഭാഗത്ത് ഒരു ലൈന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ചുകൂടി വിടുത്ത് കൂട്ടിയാണ് ചെയ്യണത്. ഇത് അധികം വിടുത്തില്ലാതെയാണ് ആ ഫസ്റ്റ് ലൈന് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇങ്ങനെ വിടുത്ത് കൂട്ടി താഴേക്ക് വരുന്നോളം ബീഡ്സിൻ്റെ വിടുത്ത് കൂട്ടി കൊണ്ടുവരാൻ കേട്ടോ. ഇങ്ങനെ വിടുത്ത് കൂട്ടി ചെയ്ത് അതിൻ്റെ ഫൈനൽ ലുക്ക് ആകുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്, താഴോട്ട് വിടുത്ത് കൂടി വരുമ്പോൾ. ഇത് ഈ ക്ഷമയില്ലാത്തവർക്കൊന്നും പറ്റിയ പണിയില്ല കേട്ടോ. കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ട പണിയാണ്. കുറച്ച് നമ്മളൊരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇതിനായിട്ട് മാറ്റി വെക്കണം. എന്നാലേ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് നല്ല വൃത്തിയോടുകൂടി ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് വർക്കൊക്കെ ഉള്ള റെഡിമെയ്ഡ് ചുരിദാറിനെക്കാട്ടും എനിക്കിഷ്ടം ഞാനായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കണ ഈ ചെറിയ വർക്കോടുകൂടിയ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഉപയോഗിക്കണതാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു പകുതിയോളം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കി ഭാഗം കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ അടിഭാഗത്ത് അതൊരു കർവ് ആക്കിയാണ്ട് ഒരു ചോക്കേറ്റ് വരച്ചിക്കണ്. ആ ഒരു ലെവലിലാണ് കേട്ടോ ഞാൻ ഈ ബീഡ്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് ഒരു ഓവൽ രീതിയിലോ ചതുരത്തിലോ എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഈ കർവ് രീതിയിൽ ചെയ്താലാണ് ഒരു ഭംഗിയെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ഇതിൻ്റെ കയ്യിലും ഞാൻ ആ ബീഡ്സ് പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കയ്യിലൊരു 5 ലെയറിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത അതേ രീതിയിൽ തന്നെ വിടുത്ത് കൂട്ടിയാണ് കയ്യിലും ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ചുരിദാറിന് ഒരു ഹെവി ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടിട്ടാ. നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയാണ്ട് ഇങ്ങനെ വർക്കുള്ള ഡ്രസ്സ് എടുക്കണേക്കാട്ടും എത്രയോ നല്ലതല്ലേ ഈ പ്ലെയിൻ ചുരിദാർ എടുത്തിട്ടോ അല്ലെങ്കിൽ ചുരിദാർ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം.